സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദീകരണം നൽകിയേക്കും. ഇന്ന് നടക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP ജയരാജൻ പങ്കെടുത്തേക്കും. ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇടതുമുന്നണിയെ വെട്ടിലാക്കിക്കൊണ്ട് ആത്മഹത്യാ വിവാദം ചൂടുപിടിപ്പിച്ചിരുന്നു. പാട്ട് തന്നെ കേൾക്കാൻ തയ്യാറായില്ല എന്നും രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നും റിപ്പോർട്ട്. ഹലോ, ആ ഞാൻ ഇവിടെ ഉണ്ട്. എന്തേ? ആ ആര്? ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. എന്തേ? ഇല്ല, എന്നെ വിളിച്ചില്ലേ? ഒരാൾക്ക് വിളിച്ചൊന്നുള്ളതൊക്കെ അറിയില്ല. എന്നോട് പറഞ്ഞിട്ടില്ല. ആ 5 സെന്റോ? അതിൽ ഞാൻ എന്തെടുത്തിട്ട് വെക്കാനാ? ഒന്നും സമ്മതിക്കൂല. ഒന്നും സമ്മതിക്കാൻ പറ്റും. അതിൽ ഞാൻ എന്താ ഉള്ളത്? ഓന്റെ പെണ്ണും കുട്ടികളൊക്കെ തന്നെ അതിലെല്ലാം എടുത്തിട്ട് റിസ്കി തിന്നത്. നമ്മളുടെ 10 വയസ്സൊക്കെയാണ് അതിൽ കിട്ടുന്ന അടക്കയും തേങ്ങയും ഒക്കെ ഓൻ തന്നെ തിന്നണത്. പിന്നല്ലാണ്ട് ഒന്നും സമ്മതിക്കൂല. എന്തിന്? ഓളെ കുടിയിലല്ലേ ഓൾക്ക് സ്വന്തം മുതലൊക്കെ കിട്ടാനുള്ളത്. കൊണ്ടുവരാൻ പറയേ ഓളോട്. പിന്നെ ഇത്രയും കാലം നയിച്ചൊക്കെ നമ്മക്ക് എന്നിട്ടാ ആറ്റത്തേക്ക് ഒരുക്കള എപ്പോഴാ കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്താലായി. അല്ലാണ്ട് ഓണ്ട നമുക്ക് എന്തെങ്കിലും തരുന്നു? ഞാൻ നടക്കൂല മോളെ. ആ കിനാവും വെറുതെ ഇരുന്ന് കാണുക. ഞാൻ വിളിക്കണ്ട സുലേഖാക്കും റുക്കിയൊക്കെ. നടക്കൂല, ഞാൻ സമ്മതിക്കൂല. എനിക്ക് കൊക്കില് ജീവുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കൂല. എന്റെ അപ്പാക്കും ഉമ്മാക്കും ആകെ മുതലാണത്. അതിൽ ഇനി ഒന്ന് കളിക്കാൻ പറ്റൂല. പിന്നെ മാപ്പിളുടെ അടുത്ത് പിടിച്ച് നിൽക്കണ്ടേ? ഇക്കിച്ചിട്ടേ ഒരു മുതലായിന്റെ ഒരെന്നെ ഉള്ളൂ. ഞാൻ വിട്ടു കൊടുക്കൂല. അങ്ങനെ പാരും ഉണ്ടാക്കണ്ട. നടക്കൂല എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ പറഞ്ഞേക്ക്. ഞാനും കൂടി ഒപ്പിട്ട് കൊടുത്താലും അവന് ലോൺ എടുക്കാൻ പറ്റുള്ളൂ. പറ്റൂല. ഇത്രയും കാലം അതിൽ കിട്ടുന്ന ആദായം ഒക്കെ ഓനും അവന്റെ പെണ്ണും കൂടി തിന്നും മുടിച്ച് തീർത്തിക്കണ്. ഇവൻ എന്താണത് അതില്? ഞാൻ പോവാനാണ്. ഞാൻ ചോദിക്കാൻ പോവാണ്. അത് ശരി, അത് വിട്ടെടുക്കാൻ പറ്റില്ലല്ലോ. ഞാനൊക്കെ അതും കൂടി പോവും. അപ്പൊ പോവും ഞാൻ. ശരി എന്നാ ജോലിയൊക്കെ വിളിച്ചു പറഞ്ഞോളാ. അല്ലെ ഞാൻ വിളിക്കണ? എല്ലാരും കൂടെ പോയിട്ട് ഓനെ വളഞ്ഞിരുന്ന് ചോദിക്കണം അവനോട്. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ശരി, എന്റെ തങ്ങന്മാർക്ക് ഒരു അധികാരമില്ല. കാണിച്ചു കൊടുക്കണേ. ആജി വെച്ചോ. വിളിച്ചാണി വാ, നമുക്ക് കാടടുക്കൊന്ന് പോണം. ഇക്കാടടുക്കൊന്ന് പോണം. നീക്കേ നിങ്ങൾ വരണം. നിങ്ങൾ വന്നാലേ കാര്യം നടക്കുള്ളൂ. എവിടെ കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്താ അറിയാള്? എന്താ എന്റെ വിചാരം? എന്താ ഇന്റെ വിചാരത്തിനാ കുഴപ്പം? ഓ കാട്ടിയത് നിങ്ങൾ വലുതറിഞ്ഞ ആ മക്കൾക്ക് ആകെ കിട്ടേണ്ട ഒരു മുതലാ. അത് ഓഞ്ഞ് പണയം വെക്കാൻ പോയി. എവിടുന്ന് ലോൺ അടക്കണത്? ഏത് മക്കളെ കാര്യം പറയണ്? നമ്മുടെ കുട്ടികൾക്ക്. നമ്മളെ മക്കൾക്കുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഏത് മക്കളെ കാര്യ? നമ്മളെ മക്കളെ കാര്യം തന്നെ പറഞ്ഞത്. എന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു മുതൽ വേണ്ടേ? എന്റെ വീട്ടിൽ എന്താ ഉള്ളത്? ആകെ ആ ഉള്ളേലത്തെ ഓരിക്ക് വേണം. ആ ഉള്ളേല എത്ര ഉണ്ട് എന്ന് പറയും. ഉള്ളത് എത്ര? 5 സെന്റ് ആകെ അല്ലേ? അതിലിപ്പോ ആരാള്? എന്റെ ആങ്ങളയല്ലേ? ആങ്ങളെ ഓന്റെ ഭാര്യയല്ലേ? നിങ്ങൾ എന്തറിഞ്ഞിട്ടേ തുള്ളുള്ളത്? ഓനതാ ഓന്റെ മൂത്ത മകളെ കെട്ടിക്കാനായിട്ട് ആ പെരിയും വീടൊക്കെ ലോണ് വെക്കത്രന്നു. ഓന്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല. വേണ്ട, ഞങ്ങൾക്കുള്ള മുതലാണത്. ഞാനൊക്കെ ഒപ്പിട്ടോട് വന്നാലും എന്തെങ്കിലും ചെയ്യോ? 5 പെങ്ങന്മാർക്ക് കൂടിയുള്ള മുതലാണത്. ഓന ഒറ്റക്ക് തിന്നാൻ നോക്കണ്ട. ആകെ 5 സെന്റ് സ്ഥലമാണ് അവിടെ ഉള്ളത്. ആ സ്ഥലം ഒന്ന് ലോണ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തേലും ഒന്ന് ചെയ്തിട്ടാണോ ഓൻ ആ കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ആലോചിക്കുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു വയറ്റിന്ന് പോന്നവരെന്നല്ലേ? എന്റെ ആങ്ങളില്ലടോ, എന്റെ ചോരയല്ലേ? അയ്യോ, ഒരു കാര്യം മറക്കരുതിട്ടാ. ആ പാവത്തിന് വന്ന വിസയാണ്. ആ വിസയിലാണ് ഞാൻ പോയത്. അതിന്റെ മുമ്പ് അവിടെ അങ്ങറ്റം കഷ്ടപ്പെടുകയായിരുന്നു. വണ്ടി ഓടിച്ചിട്ടും ഈ കുബൂസും വണ്ടിയായിട്ടേ പുലർച്ചെ 3 മണി 4 മണി നേരത്തെ നീറ്റ് ഇങ്ങനെ ഓടുകയാണ്. നിക്കാൻ നേരമില്ലാണ്ട്. മനസ്സിലായിണ്ട? അനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെ പോയിട്ട് കിടന്ന് കഷ്ടപ്പെട്ട് നോക്കണം. ഒരു 10 ദിവസം നിങ്ങൾ തികച്ചിക്കില്ല അവിടെ. മനസ്സിലായ? മധു പറയാതിരിക്കണ്ട. ഓന്റെ മധു പറയല്ല, കാര്യം പറയുമ്പോ എന്തിനാണ് ഈ അങ്ങനെ ചൂടാവണ്? എന്റെ മക്കൾക്ക് ആകെ ഒരു മുതലാ. അത് പണയം വെച്ചാൽ എന്റെ മക്കൾക്ക് മുതല് വേണ്ടെന്ന് എന്നോട് ഞാൻ ഇപ്പൊ പറഞ്ഞെന്തായിരുന്നു? എന്റെ മക്കൾക്കുള്ള മുതലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്റെ മക്കൾക്കുള്ളത്. അതുപോലെ ഓന്റെ മക്കൾക്കുള്ളതാണ് 5 സെന്റ്. അത് ഓനും ഓന്റെ ഭാര്യക്കും ഓന്റെ മക്കൾക്കും. അത് ശരി. അതൊന്ന് ലോൺ എടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തേലും ചെയ്തിട്ടോ ഓന്റെ കുട്ടീനെ കെട്ടിച്ചോട്ടെ. അല്ലെങ്കിൽ ഇജ്ജ് കൊടുക്കുവോ? പിന്നെ എന്റെ അടുത്ത് മുതൽ കൂട്ടിച്ചിക്ക. എന്റെ അടുത്ത് എന്താ മുതൽ കൂട്ടി വെച്ചിട്ടില്ലേ? അനക്ക് എന്താ ഇവിടെ കുറവുള്ളത്?
അനക്ക് എത്ര മുതൽ ഇവിടെ കുറവുള്ളത്? സ്ഥലത്തിന് സ്ഥലമില്ലേ, വീടില്ലേ, നല്ല പണ്ടല്ലേ, പണല്ലേ? ഈ അതിന് എടുത്തു കൊടുക്കുവോ? ഞാൻ കൊടുക്കും. ലോൺ എടുക്കണ മുടക്കാൻ നടക്കുക. നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഫോൺ സംഭാഷണം. ഞാൻ മിണ്ടാതിരുന്നാണ് ഇവിടെ കേട്ടിട്ട് ഇത് എവിടെ വരെ എത്തുന്ന അറിയാൻ വേണ്ടിട്ട്. ശരി, സമ്മതിച്ച്. ഇക്ക് മുതലുണ്ട്, ഒക്കെ ഉണ്ട്. ശരി, സമ്മതിച്ച്. ഇങ്ങക്ക് ബാക്കി കൂടപ്പറപ്പുകൾക്ക് അങ്ങനെ ബാക്കി കൂടപ്പറപ്പുകൾക്കൊക്കെ എല്ലാരും കൂടി കൊടുക്കണം. ഞാൻ തന്നിട്ടില്ലേ? പാടിമാടി മുതലാ. നിങ്ങളുടെ മുതലല്ലോ ഞങ്ങളുടെ മുതലാണ്. ഞങ്ങൾക്ക് പറ്റുമോ ലോൺ കൊടുക്കാൻ? അന്റെ ആ വീട്ടിൽ നിന്ന് ഒരു തരി മണ്ണിന്റെ മുതൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഈ പടിന്റെ അടക്കാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ടെങ്കിലും എടുക്കണ്ട, ഞാൻ ബാഗിലിട്ടോളാം. ഈ ബാഗിലിട്, ഈ ബാഗിലിടും. ഞാൻ കാണട്ടെ. എന്നിട്ട് ഈ ഇങ്ങോട്ട് കിടക്കല്ലേ, ഈ അവിടെ നിന്നോളണം. ഈ എവിടെന്നാ എടുത്തോണ്ടിരുന്ന വെച്ചാൽ അവിടേക്കാണ് പോയിക്കൊള്ളണം. അത് ശരി. നിങ്ങൾ എന്തീ പറഞ്ഞത്? നമ്മൾ ഇത്രയും കാലം അതിൽ എന്തെങ്കിലും ചോദിച്ചു തന്നിട്ടാ? അതെ, നിങ്ങൾക്കൊരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ എല്ലാവരുടെയും വിചാരം പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അവിടെ പൈസ കൊയ്യുക, പിന്നെ പൊന്ന് കൊയ്യുക, ഇങ്ങനത്തെ ആൾക്കാരാന്നാ. ആയിക്കൂടെ കുറച്ചൊരു സെറ്റപ്പ് നല്ലൊരു വീടൊക്കെ കണ്ടാൽ പിന്നെ പറയും വേണ്ട. എല്ലാവരുടെയും വിചാരം നമ്മൾ പണം അട്ടിക്കിട്ടിട്ട് അതിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങണവരാണ്. അല്ല, എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. അതിൽ ചില ആൾക്കാർ രക്ഷപ്പെടും. ഇപ്പൊ ഞാൻ കഴിച്ചിലായത്, ഞാൻ രക്ഷപ്പെട്ടത് എങ്ങനെ? എൻ്റെ ആങ്ങളുടെ വിസയിലാണ് ഞാൻ പോയത്. ഇല്ലെങ്കിൽ ഇന്ന് ഓൻ പോയിട്ട് രക്ഷപ്പെടേണ്ടതാണ് അവിടെ. മനസ്സിലായ? ആ പാവത്തിന് വന്ന വിസയായിരുന്നത്. എൻ്റെ ആങ്ങളയില്ലടോ, ഒരു ചോരയില്ലേ നിങ്ങള്? എനിക്കുള്ള സ്നേഹം, അന്യനായിട്ടുള്ള എനിക്കുള്ള സ്നേഹം കൂടി അനക്കില്ലല്ലോ. എൻ്റെ എഴുത്തിയുടെ കാര്യം പിന്നെ പറയും വേണ്ട. കുറച്ച് പൈസക്ക് ബുദ്ധിമുട്ടുണ്ട് വെച്ചിട്ട് 5 സെന്റിന്റെ മുകളിൽ അവകാശം പറഞ്ഞ് ചെല്ലുക എന്നൊക്കെ പറഞ്ഞ മനുഷ്യനാവണ്ടേ? ആങ്ങളെ വിട്, ഒരു മനുഷ്യത്വം വേണ്ട നമ്മള് തമ്മില്. ഓൻ എന്തോരം കഷ്ടപ്പെട്ടിട്ട് ആ കുട്ടിക്ക് ഒരു കല്യാണാലോചന വന്നിരിക്കുകയാണ്. ഓൻ 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു, കരഞ്ഞ്. അറിയോ എനിക്ക്? നിങ്ങളതിനൊന്നും വിളിച്ചാൽ അവന് കരച്ചില് കണ്ണീര് വരില്ല. കാരണം നിങ്ങളെയൊക്കെ മനസ്സ് കല്ലിന്റെ മുമ്പിൽ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങളോടൊന്നും സങ്കടം പറയാത്തത്. പക്ഷെ ആ പാവൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് എനിക്കുള്ളതിൽ നിന്ന് ഞാൻ അവനൊരു ഓഹരി കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അത് ഞാൻ കൊടുക്കും. അവിടുന്ന് ഒരു തരി മണ്ണോ ഒരു തരി പൊന്നോ എന്തെങ്കിലും നിങ്ങൾ അവകാശം പറഞ്ഞിട്ട് എൻ്റെ വീടിന്റെ പടി കൊണ്ട് കിടക്കാൻ പാടില്ല. അതിപ്പോഴും മനസ്സിലാക്കുക. നല്ല നിലയ്ക്ക് ഇരുന്ന് സ്വയം ആലോചിച്ചാൽ നമുക്ക് ബുദ്ധി ഉണ്ടല്ലോ, ആലോചിച്ച പിടുത്തം കിട്ടും. ഞാൻ എന്താ പറ്റൂല. ഓന് കൊടുക്കും. ആ സ്ഥലത്തുനിന്ന് അണക്ക് വേണ്ട, ഈ എടുക്കാൻ പോണ്ട. എൻ്റെ എഴുത്തിയുടെ കാര്യമല്ലേ, അത് എൻ്റെ മൂത്തച്ഛൻ തീരുമാനിച്ചോളും. മനസ്സിലായി? എൻ്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. അവിടെ നിന്ന് ഒരു സ്വത്തും നമുക്ക് വേണ്ട. അത് കൊടുത്തിട്ട് നമ്മളെ മക്കളെ തീറ്റിക്കും വേണ്ട. ആ കണ്ണീരിന്റെ മുതൽ തിന്നാലേ എൻ്റെ മക്കൾ നന്നാവൂല. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് സ്വന്തമായിട്ട് ആലോചിച്ചോ. ഞാൻ വീണ്ടും വീണ്ടും പറയാം, നമുക്ക് ആവശ്യത്തിന് സ്വത്ത് പടച്ചോൻ തന്നിട്ടുണ്ട്. അതിലും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കണ്ട. പ്രവാസിയാണ് വെച്ചിട്ട് അവനെ പിഴിയാൻ നിൽക്കണ്ട. ഒരു മനുഷ്യൻ ലോൺ എടുക്കണ എന്താണെന്നറിയോ? അങ്ങേയറ്റം പെട്ടിട്ടാണ് ലോൺ എടുക്കുക. പിന്നെ ഒരു കാര്യം അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. എൻ്റെ കല്യാണം എങ്ങനെയാണ് നടന്നത്? എൻ്റെ ഉപ്പ മരിച്ച സമയത്തായിരുന്നല്ലോ അത്. ഇതേ ആങ്ങള കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് കടം വാങ്ങിയിട്ടൊക്കെയാണ് എന്നെ കല്യാണം കഴിച്ച് എനിക്ക് തന്നത്. മനസ്സിലായ? ഒരു തരി പൊന്ന് ഞാൻ വാങ്ങിയിട്ടില്ല, ഓൻ തന്നതല്ലാതെ. അതും എനിക്ക് വേണ്ടിയിട്ടല്ല. അപ്പം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ആങ്ങളെ നോക്കിയിട്ടുള്ളത്. അപ്പം അതും കൂടി മനസ്സിലാക്കുക. അങ്ങനെ വെട്ടി വെളിച്ചപ്പെട്ടിട്ട് അവകാശം ചോദിച്ച് ചെല്ലാൻ നിൽക്കണ്ട. ആ പാവത്തിനെ വെറുതെ വിട്. ഒരു പാവം പ്രവാസിയാണ്. ഈ ഒന്ന് ആലോചിച്ചോട്ടാ. ശരി, ചായ വേണോ? എനിക്ക് ചായ ഒന്നും വേണ്ട. ഈ ഒന്ന് ആലോചിച്ചിട്ട് സ്വന്തമായിട്ട് ഒരു തീരുമാനത്തിലെത്തിയാൽ മതി. പറഞ്ഞു ശരിയോ? എന്നും തന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ തന്നോട് എന്ത് പറയും? ചെല്ലാന്ന് വാക്കും പറഞ്ഞു. ഹലോ, അതെ, ഞാൻ പോണില്ല കേട്ടോ. ആ മുതലും കൊണ്ട് ഇങ്ങോട്ട് വന്ന് എൻ്റെ കാലൊടിക്കുന്ന കാണിക്കണം. കൊണ്ടോ? ജന്തന്നെ വേണ്ടും കാര്യമില്ല. വേണ്ട. എൻ്റെ കിട്ടിയവന്നെ കൊല്ലും. ആവശ്യത്തിനുള്ള കണക്കുണ്ടെന്നാ പറഞ്ഞത്. ഒന്നാലോചിച്ചാ പാവം തന്നെ അല്ലേ? ആകെ 5 സെന്റല്ലേ ഉള്ളൂ. അതിലും ഞാൻ എന്തോരേക്കാനാ? എനിക്ക് വേണ്ട. ഞാൻ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കാട്ടിക്കോ. ഇക്കാ